നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് നാട്ടിക ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CC മുകുന്ദൻ MLAയുടെ പെരിങ്ങോട്ടുകരയിലെ ഓഫീസിലേക്കായിരുന്നു മാർച്ച് നടന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച LED മിനി മാസ്റ്റ് ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചു. 5 മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സമർപ്പണമാണ് നടത്തിയത്. വെങ്ങണശ്ശേരി പാറപ്പുറം ഫ്രണ്ട്സിന്റെ കൂട്ടായ്മയിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ത്രിവേണിക്ക് സമീപമാണ് പാറപ്പുറം ഫ്രണ്ട്സ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നാട്ടിക ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CC മുകുന്ദൻ MLAയുടെ പെരിങ്ങോട്ടുകരയിലെ ഓഫീസിലേക്കായിരുന്നു മാർച്ച് നടന്നത്. നാട്ടിക നിയോജക മണ്ഡലത്തിലെ തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച്. പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് പിന്നീട് MLA ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നാട്ടികയിലെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. എന്തിനാണ് ഈ മാർച്ച് നടത്തുന്നതെന്ന് ചോദിച്ചാൽ നാട്ടികയിലെ MLA തുടരുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് ഈ മാർച്ച് നടത്തുന്നത്. എന്താണ് അനാസ്ഥകളെന്ന് ചോദിച്ചാൽ എണ്ണി പറയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ജനവിരുദ്ധ അനാസ്ഥകൾ നാട്ടികയിലുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് നാട്ടികയിലെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളാണ്. കേരളത്തിലെമ്പാടുമുള്ള റോഡുകൾ തകർന്നു കിടക്കുന്ന, അതിനോടൊപ്പം കിടമത്സരിക്കുന്ന ആ റോഡുകളെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലും ഗതാഗതം പോകാൻ സാധിക്കാത്ത, വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള റോഡുകളാണ് നാട്ടികയിലെമ്പാടും ദേശീയപാതയിൽ ഉൾപ്പെടെ. ഇവിടെ ഒരു MLA ഉണ്ട്. ഈ MLAക്ക് എന്താണ് പണി? ഇവിടെ ഭരിക്കുന്നത് CPM അല്ലേ? ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? ആ പിണറായി വിജയന്റെ MLA അല്ലേ? ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA അല്ലേ ശ്രീ മുകുന്ദൻ? അദ്ദേഹത്തിന് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാര്യക്ഷമമായി ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷനായി. ഇടതുപക്ഷത്തിന്റെ MLA, ആ MLA ഈ നാട്ടിലേക്ക് ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സമരം. MLA തന്നെയാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രചോദനം നൽകിയത്. നമ്മുടെ നാട്ടിക നിയോജക മണ്ഡലത്തിലെ റോഡുകൾ, ആ റോഡുകളിൽ നിന്ന് നമുക്കറിയാം തകർന്നു കിടക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും നമ്മുടെ സമയക്രമമായി ആശുപത്രികളിലും സ്കൂളുകളിലും എത്താൻ കിട്ടാത്ത സ്ഥിതിയായിരിക്കുന്നു. അതുകൊണ്ട് ഈ റോഡുകൾ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണമെന്ന് MLAയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, NS അയൂബ്, ശോഭ സുബിൻ, ബിജു കുണ്ടുകുളം എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ ചന്ദ്രൻ താന്യം, ഷൈജു സായിറാം, KR ചന്ദ്രൻ, PM സിദ്ദിഖ്, PS സുൽഫിക്കർ, സന്തോഷ് K രാമചന്ദ്രൻ, AN സിദ്ധപ്രസാദ്, ഗഫൂർ തളിക്കുളം, ഹിറോഷ് ത്രിവേണി, CV ഗിരി, രമേശ് ഐനിക്കാട്, ആൻഡോ തൊറയൻ, VK പ്രദീപ്, VK മോഹനൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, ബിജേഷ് പന്നിപ്പുലത്ത്, റസിയ അന്തിക്കാട്, ഗീതാ വിനോദൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച LED മിനി മാസ്റ്റ് ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചു. 5 മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സമർപ്പണമാണ് നടത്തിയത്.
ഹെർബർട്ട് കനാൽ സെന്റർ, എട്ടുമന സെന്റർ, കരുവന്നൂർ ജുമാ മസ്ജിദിന് മുൻവശം, അഞ്ചോ ഊരകം ലക്ഷം വീട് പരിസരം, ഊരകം ഹെൽത്ത് സെന്റർ പരിസരം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച മിനിമാസ് ലൈറ്റുകളാണ് നാടിന് സമർപ്പിച്ചത്. CC മുകുന്ദൻ MLA ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഏകദേശം 30 ലൈറ്റുകളാണ് നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ മണ്ഡലത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹൈമാസ്റ്റ് ലൈറ്റിനെ സംബന്ധിച്ച് പ്രസിഡൻറ്റും അതുപോലെ നമ്മുടെ വാർഡ് മെമ്പറുമെല്ലാം ഈ ഉദ്ഘാടനത്തിൻ്റെ പ്രാതിനിധ്യത്തിൽ പറയേണ്ടായി. നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ എല്ലാ മേഖലയിലും കുടിവെള്ളവും അതുപോലെ തന്നെ വഴിയും അതുപോലെ തന്നെ ലൈറ്റും ലഭിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമുക്ക് ലൈറ്റ് ലഭിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹെർബർട്ട് കനാലിൻ്റെ മുമ്പിൽ ലൈറ്റ് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ തീരുമാനിച്ചത്. ഈ പ്രദേശത്തെ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും വാർഡ് മെമ്പറുടെയും താല്പര്യമനുസരിച്ച് നമുക്കൊരു ലൈറ്റ് ഇവിടെ സ്ഥാപിക്കണമെന്ന് പറയേണ്ടായി. ഓണത്തിന് മുന്നോടിയായാണ് എല്ലാ ലൈറ്റുകളും വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചതെന്ന് MLA പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായി. 5 ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തെയാണ് ഹെർബർട്ട് കനാലിലെ ഈ ലൈറ്റിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി MLA നിർവഹിക്കാൻ പോകുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ഏറ്റവും പൊതുജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളായ വഴി, വെള്ളം, വെളിച്ചം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെളിച്ചം എന്നുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന MLAക്ക് പ്രത്യേകം ഈ വേളയിൽ അഭിനന്ദനങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, പഞ്ചായത്ത് അംഗങ്ങളായ ജയ, നസീജ മുത്തലീഫ്, കൃഷ്ണകുമാർ, KB പ്രജിത്ത്, അനിത അനിലൻ, കരുവന്നൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഇബ്രാഹിം മൗലവി, പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് നസീർ എന്നിവർ സംസാരിച്ചു. 2023, 24, 25 വർഷങ്ങളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ചെലവഴിച്ച 12 LED മിനിമാസ് ലൈറ്റുകളാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇതിനകം സ്ഥാപിച്ചത്. വെങ്ങടശ്ശേരി പാറപ്പുറം ഫ്രണ്ട്സിന്റെ കൂട്ടായ്മയിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ത്രിവേണിക്ക് സമീപമാണ് പാറപ്പുറം ഫ്രണ്ട്സ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളായ രഘു, നന്ദകുമാർ, ജോണി എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. K. ബിജുകുമാർ അധ്യക്ഷനായി. കൂട്ടായ്മയിലെ അംഗങ്ങൾ വിളവെടുപ്പിൽ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയിലും മികച്ച വിളവാണ് ലഭിച്ചത്. വ്യത്യസ്ത ഇനം ജൈവകൃഷി നടത്താനാണ് കൂട്ടായ്മയുടെ തീരുമാനം. വെങ്ങണശ്ശേരി പാറപ്പുറം ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന നമ്മുടെ പൂക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കൂട്ടുകാരന്മാരെല്ലാവരും ചേർന്ന് പൂക്കൃഷി നടത്തിയിരിക്കുകയാണ്. ഈ പൂക്കൃഷി നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ തന്നെയും വളരെ മനോഹരമായിട്ട് ഇത്തരം പൂക്കളെ സൃഷ്ടിക്കാനായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സാധിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ക്ഷയരോഗികൾക്കുള്ള പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. 2025-2026 വർഷത്തെ പദ്ധതി പ്രകാരമാണ് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ പോഷകാഹാര കിറ്റ് ഏറ്റുവാങ്ങി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ സുനിൽ, സുനിത ജിനു, പ്രിയലത പ്രസാദ്, ഹെൽത്ത് സൂപ്പർവൈസർ AJ ആൻഡോ, ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി ബാനർജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 6 മാസ കാലയളവിലാണ് ക്ഷയരോഗികൾക്കുള്ള പോഷകാഹാര കിറ്റുകൾ നൽകുക. പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരമുള്ള പോഷകാഹാര കിറ്റുകൾ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രം മുഖേനയാണ് രോഗികൾക്ക് വിതരണം ചെയ്യുക. പാലശ്ശേരി മഹിളാ സമാജം അംഗൻവാടിയിൽ കുട്ടികളുടെയും വയോജനങ്ങളുടെയും ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളോടെയായിരുന്നു ഓണാഘോഷം. അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസ്ലി ജോയ് മുഖ്യാതിഥിയായി. മുൻ മെമ്പർ വിനയ സച്ചിൻ, അംഗൻവാടി അധ്യാപിക TG നിഷ, വെൽഫെയർ കമ്മിറ്റി അംഗം ബേബി ഫ്രാൻസിസ്, സുരഭി ചന്ദ്രൻ, ബെറ്റി ശെൽവൻ, വന്ദന അരവിന്ദ്, ജിനി ശ്രീനാഥ്, വർണ്ണ അനൂപ്, തങ്കമണി രുദ്രൻ, അംഗൻവാടി സൂപ്പർവൈസർ PA ഷമീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, നാടോടി നൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
തിരുവള്ളക്കാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സഹായ നിധി വിതരണം നടത്തി. +1 മുതൽ പ്രൊഫഷണൽ തലം വരെയുള്ള 1ാം വർഷ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ സഹായ നിധി വിതരണം ചെയ്തത്. വേദിക, നിരഞ്ജന, ആര്യ എന്നീ കുട്ടികളുടെ പ്രാർത്ഥനാഗീതം ഉണ്ടായിരുന്നു. പ്രസാദഊട്ട് മണ്ഡപത്തിൽ നടന്ന വിദ്യാഭ്യാസ സഹായനിധി വിതരണം സെൻട്രൽ സോൺ DIG ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഈ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത മാർക്കിന് മുകളിൽ നിങ്ങൾ അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ഒരു ഹസ്തദാനത്തിൽ നിങ്ങൾ ഇവിടെ അർഹരായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേണ്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്കൊരു സഹായം എന്നുള്ള നിലയ്ക്ക് നൽകുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിന് മുൻകൈ എടുക്കുന്ന തിരുവള്ളക്കാവ് ദേവസ്വം തീർച്ചയായിട്ടും വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഈ ലഭിക്കുന്ന സപ്പോർട്ടും ഈ ലഭിക്കുന്ന കൈത്താങ്ങുമൊക്കെ വളരെ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് നാളെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമട്ടുപടിയാക്കാൻ എല്ലാ മിടുക്കരായ വിദ്യാർത്ഥിനികളും കാര്യമായി ശ്രമിക്കേണ്ടതുണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കാനും നിങ്ങൾക്ക് ഏവർക്കും കഴിയണം. ആരൂർ ദേവൻ സോമയാജിപ്പാട് അധ്യക്ഷനായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ദേവസ്വം സെക്രട്ടറി AA കുമാരൻ, പ്രോഗ്രാം കൺവീനർ PK ദാമോദരൻ എന്നിവർ സംസാരിച്ചു. 2009 മുതലാണ് തിരുവള്ളക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സഹായനിധി വിതരണ പദ്ധതിക്ക് തുടക്കമിട്ടത്. ചേർപ്പ്, അവണിശ്ശേരി, വല്ലച്ചിറ, പാറളം, ചാഴൂർ എന്നീ പഞ്ചായത്തുകളിലെ സമർത്ഥരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുമായ വിദ്യാർത്ഥികളെയാണ് വിദ്യാഭ്യാസ സഹായനിധിക്കായി തെരഞ്ഞെടുത്തത്. കുട്ടനെല്ലൂർ സെന്റ് ജൂഡ് പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ഫിലോമിന ഡേസി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വള്ളംകളി, മെഗാ കൈകൊട്ടിക്കളി, വഞ്ചിപ്പാട്ട്, ഓണം സ്കിറ്റ്, പുലിക്കളി, കുമ്മാട്ടിക്കളി എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വിദ്യാർത്ഥികൾ ഒരുക്കിയ നാടൻ പൂക്കളം ശ്രദ്ധേയമാകുന്നു. തൃശൂർ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ വിദ്യാർത്ഥികളാണ് നാടൻ തനിമയിൽ പൂക്കളം തീർത്തത്. ഗൃഹാതുരത്വം പേറുന്ന നാടൻ പൂക്കളമാണ് തൃശൂർ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിരത്തിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയത്. ചിങ്ങം 1 മുതലാണ് നാടൻ പൂക്കളാലുള്ള പൂക്കളത്തിന് വിദ്യാർത്ഥികൾ തുടക്കമിട്ടത്. പൂക്കളമിടാൻ ആദ്യം മണ്ണ് ചവിട്ടിക്കുഴച്ച പൂത്തറ കെട്ടി. ഇതിനു മുകളിലായി ചാണകവും മെഴുകി ഉണങ്ങിയതിനുശേഷം പൂക്കളമിടുകയായിരുന്നു. കുട്ടികൾ തങ്ങളുടെ വീടുകളിൽ നിന്നും സ്കൂളിൽ നിന്നുമാണ് ആവശ്യമായ നാടൻ പൂക്കൾ ശേഖരിച്ചത്. മണ്ണ് കുഴച്ച് അരമണി കെട്ടിയ മാതേവരെയും അമ്മിക്കല്ല്, ആട്ടുകല്ല് എന്നിവയെയും വിദ്യാർത്ഥികളുടെ കരവിരുതിലാണ് ഒരുക്കിയത്. ആറാട്ടുവിളിയോടെ ഓണം കൊള്ളുകയും തുടർന്ന് കുമ്മാട്ടിക്കളിയും അരങ്ങേറി. ഇക്കാലത്ത് പൂക്കളും തൃക്കാക്കരയപ്പനും മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ പഴയകാലത്തെ ഓണാഘോഷത്തെക്കുറിച്ച് കുട്ടികളിൽ ധാരണയുണ്ടാക്കാനാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പഴമയിലെ ഓണം പുനഃസൃഷ്ടിച്ചത്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലെ തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഓണക്കിറ്റുകൾ സമ്മാനിച്ചത്. PTA പ്രസിഡന്റ് സുനിത ജയരാജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 5ാം വാർഡംഗം ആൻഡോ തുറയൻ ഓണക്കിറ്റ് ഏറ്റുവാങ്ങി. പ്രിൻസിപ്പൽ ഇൻചാർജ് CN ആശ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിതകുമാർ, NSS വോളണ്ടിയർ അമൃത എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9620 രൂപ, പവന് 76,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് നാട്ടിക ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CC മുകുന്ദൻ MLAയുടെ പെരിങ്ങോട്ടുകരയിലെ ഓഫീസിലേക്കായിരുന്നു മാർച്ച് നടന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച LED മിനി മാസ്റ്റ് ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചു. 5 മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സമർപ്പണമാണ് നടത്തിയത്. വെങ്ങണശ്ശേരി പാറപ്പുറം ഫ്രണ്ട്സിന്റെ കൂട്ടായ്മയിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ത്രിവേണിക്ക് സമീപമാണ് പാറപ്പുറം ഫ്രണ്ട്സ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.